സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കണം. മലപ്പുറം കാരക്കോട് സ്വദേശിയായ 13 വയസ്സുകാരനിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 10 ഉയർന്നു. ഇന്ത്യാസ് കരീമുണ്ട്. ഇന്ത്യാസ് വിവരങ്ങൾ പറയും. രതീഷ്, കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം എടവണ്ണ കാരക്കോട് സ്വദേശിയായിട്ടുള്ള ഈ 13 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത്. ഇന്നലെയായിരുന്നു പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് സാമ്പിളൊക്കെ എടുത്തിരുന്നത്. അങ്ങനെ ഇന്ന് ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരമാണ് ഈ 13 വയസ്സുകാരന് ബാധിച്ചത് എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ വ്യക്തമാക്കുകയാണ്. ഇതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളതാണ് കാര്യം. ഒരാൾ സ്വകാര്യ ആശുപത്രിയിൽ ഒരാളും ചികിത്സയിലുണ്ട്. ഈ രീതിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. എന്നാൽ ഈ 10 പേരിൽ ഇന്ന് രോഗം ബാധിച്ച ആൾ ഉൾപ്പെടെ ഈ 10 പേർക്കും അങ്ങനെ ഗുരുതരാവസ്ഥയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നും മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തൃശൂർ ചാവക്കാട് സ്വദേശിയായിട്ടുള്ള റഹീം എന്ന് പറയുന്നയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയും ചെയ്തു. 34 മണിക്കൂർ മാത്രമാണ് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് കഴിയാൻ കഴിഞ്ഞത്. അതിനിടയ്ക്ക് രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയായിരുന്നു. അതേ തുടർന്ന് ഈ റഹീം ചാവക്കാട് സ്വദേശിയാണെങ്കിലും കുറെ കാലമായി കോഴിക്കോടുള്ള പന്നിയങ്കരയിലുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരനാണ് കുറെ കാലമായി. അതേ തുടർന്ന് ഈ ഹോട്ടലിലെ വെള്ളം ഇപ്പോൾ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണോ രോഗം പടർന്നത് എന്നുള്ള സംശയത്തെ തുടർന്ന് ഈ ഹോട്ടൽ പന്നിയങ്കരയിലെ ഈ ഹോട്ടൽ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഒരു അറിയിപ്പുണ്ടായാൽ മാത്രമേ ആ ഹോട്ടലും ഇനി തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. എന്തായാലും അങ്ങനെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളില്ല, ആശങ്കയില്ല. പക്ഷേ കൂടുതൽ രോഗങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാര്യം. ഇന്ത്യാസ് കരീമാണ് വിശദമായി തന്നെ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്. അല്പം ഗൗരവത്തിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ സാഹചര്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 13 വയസ്സുകാരന് കൂടി രോഗം കോഴിക്കോട്ട് സ്ഥിരീകരിക്കുന്നു. ചികിത്സയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരുടെ എണ്ണം ഇപ്പോൾ 10 ഉയർന്നിരിക്കുകയാണ്.